ഹായ് ഓൾ, ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ക്രൊമാറ്റോഗ്രഫിയുടെ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്സും അതിൻ്റെ പ്രിൻസിപ്പിൾസും ആപ്ലിക്കേഷൻസും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓരോ ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്ക് പഠിക്കുന്ന സമയത്തും അവരുടെ പ്രിൻസിപ്പിൾ കൃത്യമായിട്ട് നോക്കി വെച്ചേക്കണം. അതേപോലെ തന്നെ അവരുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഓരോ ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രഫിയുടെയും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് എന്നുള്ളതും നമ്മൾ ചാപ്റ്റർ എടുത്ത സമയത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സാധാരണ ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വ്യത്യസ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്തെടുത്തിട്ടുള്ള ക്രൊമാറ്റോഗ്രഫിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പല പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമുക്ക് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ക്രൊമാറ്റോഗ്രഫി റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. മിക്ക പരീക്ഷകൾക്കും ക്രൊമാറ്റോഗ്രഫി റിലേറ്റഡ് ആയിട്ട് ഒരു ചോദ്യമെങ്കിലും വരാറുണ്ട്. ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ഏതൊക്കെ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയുള്ള ഏതൊക്കെ പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ഈ പറയുന്ന ക്രൊമാറ്റോഗ്രഫി സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇൻ ക്രൊമാറ്റോഗ്രഫി വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് ഫോർ RF വാല്യൂ അല്ലെങ്കിൽ റിട്ടൻഷൻ ഫാക്ടർ. ഓക്കെ, ഈ RF വാല്യൂമായിട്ട് ബന്ധപ്പെട്ട് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം സ്റ്റേറ്റ്മെൻറ്റുകളൊന്ന് വായിച്ചു നോക്കിക്കേ. ഒന്നാമത്തത്, RF വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രഫി. 2, ദ വാല്യൂ ഓഫ് RF കനോട്ട് ബി മോർ ദാൻ 1. RF വാല്യൂ ഒരിക്കലും 1 കൂടില്ല. അടുത്തത്, ഹയർ RF വാല്യൂ മീൻസ് ഹയർ അബ്സോർപ്ഷൻ. ആൻഡ് ഫൈനലി, RF വാല്യൂ ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദി മൊബൈൽ ഫേസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് RF വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ട് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുള്ളത്. RF വാല്യൂ ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു TLC തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി നമ്മൾ ചെയ്യുകയാണ്. അവിടെ നമുക്ക് എങ്ങനെയാണ് RF വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്ത സമയത്ത് എടുത്തതാണ്. ഓക്കെ, ഈ RF വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂവിൽ നിന്നാണ് നമുക്ക് തന്നിട്ടുള്ള കോമ്പൗണ്ട് ഏതാണ് എന്നുള്ളതിൻ്റെ ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നമ്മൾ യൂഷ്വലി ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ക്രൊമാറ്റോഗ്രഫിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഈ RF വാല്യൂ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. RF വാല്യൂവിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെയാണ് ശരി, ഏതാണ് തെറ്റ് എന്നുള്ളത് നോക്കാം. അപ്പോൾ RF വാല്യൂ ഈസ് defined as the ratio of the distance moved by the solute and the distance moved by the solvent. ഓക്കെ, അപ്പം നമ്മുടെ RF വാല്യൂ അല്ലെങ്കിൽ റിട്ടൻഷൻ ഫാക്ടർ നമ്മൾ യൂഷ്വലി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി സൊല്യൂട്ട് ആൻഡ് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി സോൾവെന്റ് ഫ്രണ്ട് ആണ്. അതായത് ഞാനിപ്പം നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു TLC പ്ലേറ്റ് എടുത്തു. അതിനകത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് എൻ്റെ സാമ്പിളിനെ ഞാൻ സ്പോട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? ഇവരെ ഞാനൊരു മൊബൈൽ ഫേസിലോട്ട് ഇറക്കി വെച്ചു. അപ്പോൾ മൊബൈൽ ഫേസിലോട്ട് ഇറക്കി വെക്കുന്ന സമയത്ത് ഈ സാമ്പിൾ ഉണ്ടല്ലോ, സാമ്പിൾ ഇതിൽ മുങ്ങിപ്പോവരുത്. ജസ്റ്റ് ആ സാമ്പിളിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ സൊല്യൂഷൻ മുങ്ങി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ TLC പ്ലേറ്റിനെ കൊണ്ടുപോയി അതിൽ മുക്കി വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാപ്പിലറി റൈസ് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ മൊബൈൽ ഫേസ് മുകളിലോട്ട് മൂവ് ചെയ്യുമ്പം ഇവർ ആരെയും കൂടെ മുകളിലോട്ട് കൊണ്ടുപോകും? ഈ പറയുന്ന സൊല്യൂട്ടിനെയും കൂടെ അല്ലെങ്കിൽ സാമ്പിളിനെയും കൂടെ, സൊല്യൂട്ട് അല്ല സാമ്പിളിനെയും കൂടി ഇവർ മുകളിലോട്ട് കൊണ്ടുപോകും. ഓക്കെ, അപ്പം മുകളിലോട്ട് കൊണ്ടുപോയിട്ട് ഇപ്പം ഈ നമ്മുടെ സാമ്പിള് ഇതിനകത്തുനിന്ന് A, B എന്ന് പറയുന്ന 2 ആളുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ A എന്ന് പറയുന്ന ഒരാൾ സെപ്പറേറ്റഡ് ആയിട്ട് ഇവിടെ വരെ ട്രാവൽ ചെയ്തു എന്ന് കരുതുക. നമ്മുടെ ഈ വാട്ടർ ക്യാപ്പിലറി റൈസ് പ്രകാരം ഇതിലൂടെ ഇങ്ങനെ മുകളിലോട്ട് പോയി. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴത്തേന് നമ്മൾ ഈ TLC പ്ലേറ്റിനെ അതിനകത്തുനിന്ന് റിമൂവ് ചെയ്യും. അപ്പോൾ എത്ര ദൂരം വരെയാണോ ഈ മൊബൈൽ ഫേസ് നമ്മുടെ TLC പ്ലേറ്റിൽ മൂവ് ചെയ്തിട്ടുള്ളത് അതിനെയാണ് നമ്മൾ സോൾവെന്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നിന്നും ഇവിടെ വരെയുള്ള ഈ ഡിസ്റ്റൻസ് എത്ര ദൂരം അവർ റൈസ് ചെയ്ത് പോയി, സോൾവെന്റ് മൊബൈൽ ഫേസ് നമ്മുടെ
ഇതിലൂടെ റൈസ് ചെയ്തു പോയി. അതാണ് നമ്മുടെ സോൾവെന്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോൾവെന്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ സൊല്യൂട്ട് എന്ന് പറയുന്നത്? നോക്കിക്കേ, ഇതാണ് നമ്മുടെ സാമ്പിള്. ആ സാമ്പിളിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട സൊല്യൂട്ട് ഇതാ ഇത്രയും ദൂരം വരെയാണ് മൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി സൊല്യൂട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി സോൾവെന്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവരുടെ രണ്ടിൻ്റെയും കൂടെ റേഷ്യോനെയാണ് RF വാല്യൂ എന്ന് പറയുന്നത്, റിട്ടൻഷൻ ഫാക്ടർ എന്ന് നമ്മൾ യൂഷ്വലി പറയുന്നത്. അപ്പം നോക്കിക്കേ, RF വാല്യൂ ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ദി ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി സൊല്യൂട്ട്. അതായത് ഇവിടുന്ന് സാമ്പിൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് ബൈ ദ സോൾവെന്റ് മൂവ് ചെയ്ത ഡിസ്റ്റൻസ്, അതായത് ഈ ഡിസ്റ്റൻസ്. ഓക്കെ, ദ RF വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓർ മീഡിയം ഓഫ് ക്രൊമാറ്റോഗ്രഫി. അപ്പം നമ്മൾ പല ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രഫി ടെക്നിക്ക് ചെയ്യാറുണ്ട് അല്ലേ? പേപ്പർ ക്രൊമാറ്റോഗ്രഫി ചെയ്യാറുണ്ട്, തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി ചെയ്യാറുണ്ട്, എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രഫി ചെയ്യാറുണ്ട്, കോളം ക്രൊമാറ്റോഗ്രഫി ചെയ്യാറുണ്ട് അല്ലേ? അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രൊമാറ്റോഗ്രഫി ടെക്നിക്ക് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രഫി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്ക് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചും, അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയം മീൻസ് മൊബൈൽ ഫേസ് അല്ലെങ്കിൽ സോൾവെന്റ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചും, നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്ക് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചും RF വാല്യൂവിൻ്റെ ആ ഒരു വാല്യൂവിൽ, RF ഫാക്ടറിൻ്റെ വാല്യൂവിൽ വ്യത്യാസം വരും, ചേഞ്ച് സംഭവിക്കും. ഓക്കെ, സോ RF ഫാക്ടറിൻ്റെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? ടൈപ്പ് ആൻഡ് മീഡിയം ഓഫ് ദി ക്രൊമാറ്റോഗ്രഫിയുടെ ടൈപ്പിനെയും മീഡിയത്തിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഇനി RF വാല്യൂവിൻ്റെ റേഞ്ച് എവിടെ തൊട്ട് എവിടെ വരെയാണ്? 0 മുതൽ 1 വരെയാണ് വേരി ചെയ്യുന്നത്. ഓക്കെ, 0 മുതൽ 1 വരെയാണ് RF വാല്യൂവിൻ്റെ ആ ഒരു വാല്യൂസ് റേഞ്ച് ചെയ്ത് വരുന്നത്. ഓക്കെ, 1-നേക്കാട്ടിൽ എക്സീഡ് ചെയ്ത് പോകത്തില്ല. മാക്സിമം 1 വരെയാണ് RF വാല്യൂ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. 0യ്ക്കും 1നും ഇടയിലായിരിക്കും നമുക്ക് യൂഷ്വലി കിട്ടുന്നത്. കാരണം എന്താണ്? ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി സൊല്യൂട്ട് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി സോൾവെന്റ് ഫ്രണ്ട് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി സോൾവെന്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയുണ്ട്. അപ്പം സ്മോളർ വാല്യൂ ബൈ ബിഗ്ഗർ വാല്യൂ ആണ്. അപ്പോൾ അത് യൂഷ്വലി ലെസ് ദാൻ 1 അല്ലെങ്കിൽ ഈക്വൽ ടു 1 എന്നേ കിട്ടുള്ളൂ. അപ്പോൾ അതാണ് 0 to 1 വരെ മാത്രമേ RF വാല്യൂ കിട്ടുള്ളൂ എന്ന് പറയുന്നത്. ഇനി RF വാല്യൂ ഈസ് ഹയർ വൈൽ ദ അഡ്സോർപ്ഷൻ ഈസ് ലെസ്. എപ്പോഴാണ്? യൂഷ്വലി ഇപ്പോൾ അഡ്സോർപ്ഷൻ നടക്കുന്നത് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ RF വാല്യൂ കൂടുതലായിരിക്കും. കാരണം എന്താണ്? അഡ്സോർപ്ഷൻ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ സൊല്യൂട്ട് ഈസിലി മുകളിലോട്ട് മൂവ് ചെയ്ത് പോകും. പോവുകയാണ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താണ്? ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി സൊല്യൂട്ടിൻ്റെ വാല്യൂ കൂടും. ന്യൂമറേറ്റർ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? RF വാല്യൂ കുറഞ്ഞു വരും അല്ലേ? അപ്പോൾ യൂഷ്വലി അഡ്സോർപ്ഷൻ കുറവാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് RF വാല്യൂവിൻ്റെ റേഞ്ച് കൂടി വരും. ഓക്കെ, ദെൻ RF വാല്യൂ ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദി മൊബൈൽ ഫേസ് ആൻഡ് സ്റ്റേഷനറി ഫേസ്. നമ്മൾ ക്രൊമാറ്റോഗ്രഫി ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്, വ്യത്യസ്ത ക്രൊമാറ്റോഗ്രഫിയിൽ നമ്മൾ വ്യത്യസ്ത സ്റ്റേഷനറി ഫേസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, വ്യത്യസ്ത മൊബൈൽ ഫേസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പം നമ്മൾ സ്റ്റേഷനറി ഫേസ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റേഷനറി ഫേസും അതേപോലെ നമ്മൾ സെലക്ട് ചെയ്യുന്ന മൊബൈൽ ഫേസും മാറുന്നതിനനുസരിച്ച്, ചേഞ്ച് ചെയ്ത് വരുന്നതിനനുസരിച്ച് ഇവരുടെ RF വാല്യൂവിനും എന്ത് വരും? വ്യത്യാസം വരും, ചേഞ്ച് സംഭവിക്കും. ഓക്കെ, അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന എന്താണ് മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് RF വാല്യൂവിനും ചേഞ്ച് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ബേസിക് ആയിട്ട് RF വാല്യൂവായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. എന്തൊക്കെയാണ് RF വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ? എന്താണ്? ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി സൊല്യൂട്ട് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി സോൾവെന്റ് ഫ്രണ്ട്. ഇനി RF വാല്യൂവിൻ്റെ റേഞ്ച് എവിടെ തൊട്ട് എവിടെ വരെയാ? 0 മുതൽ മാക്സിമം 1 വരെയാണ് വരുന്നത്. ഇനി നമ്മൾ എടുക്കുന്ന സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് RF വാല്യൂവിന് ചേഞ്ചസ് വരാം. നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ആൻഡ് മീഡിയം ഓഫ് ക്രൊമാറ്റോഗ്രഫി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ടും ചേഞ്ചസ് വരാം. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ പറഞ്ഞു അഡ്സോർപ്ഷൻ കുറവാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി RF വാല്യൂ കൂടുതലായിരിക്കും ലഭിക്കുന്നത്. ഓക്കെ, സോ ഇനി നമ്മുടെ ചോദ്യത്തിലേക്കൊന്ന് വന്നേ. ഏതാണ് ഈ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കുക, RF വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രഫി. നമ്മൾ പറഞ്ഞു ക്രൊമാറ്റോഗ്രഫിയുടെ ടൈപ്പ് മാറുന്നതിനനുസരിച്ച് RF വാല്യൂവിൽ വ്യത്യാസം വരാം. 2, RF വാല്യൂ കനോട്ട് ബി മോർ ദാൻ 1. ശരിയാണ്, 0യ്ക്കും 1നും അകത്തേ വരുള്ളൂ. 1-നേക്കാട്ടിൽ കൂടുതലായിട്ട് യാതൊരു കാരണവശാലും RF വാല്യൂ വരികയില്ല. അടുത്തത് ഹയർ RF വാല്യൂ മീൻസ് ഹയർ അഡ്സോർപ്ഷൻ. കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ
RF വാല്യൂ കൂടും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ? അല്ല, അഡ്സോർപ്ഷൻ കുറയുമ്പോഴാണ് RF വാല്യൂ കൂടുന്നത് കേട്ടോ. അഡ്സോർപ്ഷൻ കുറയുമ്പോഴാണ് യൂഷ്വലി RF വാല്യൂ കൂടുന്നത്. അടുത്തത് RF വാല്യൂ ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദി മൊബൈൽ ഫേസ്. RF വാല്യൂ മൊബൈൽ ഫേസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ശരിയാണ്. സ്റ്റേഷനറി ഫേസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മൊബൈൽ ഫേസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഏത് മാത്രമേ ഉള്ളൂ റോങ് സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ കേട്ടോ. ഹയർ RF വാല്യൂ മീൻസ് ഹയർ അഡ്സോർപ്ഷൻ അല്ല, ലെസർ അഡ്സോർപ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് മുന്നത്തെ ഒരു PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന, ക്രൊമാറ്റോഗ്രഫിയിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്ത് കൃത്യമായിട്ട് RF ഫാക്ടറിൻ്റെ ഫീച്ചേഴ്സും പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം നോക്കാം. പേപ്പർ ക്രൊമാറ്റോഗ്രഫി ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. പേപ്പർ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ ഏത് കാറ്റഗറിയുടെ എക്സാമ്പിൾ ആണ്? തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി ആണോ, കൊളംഗ് ക്രൊമാറ്റോഗ്രഫി ആണോ, അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി ആണോ, പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി ആണോ? അപ്പോൾ ഏതിൻ്റെ അണ്ടറിലാണ് പേപ്പർ ക്രൊമാറ്റോഗ്രഫി വരുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ. Paper chromatography is a partition chromatography in which the special quality paper known as the chromatography paper is used. In this chromatography, water is adsorbed on the pores of the paper, act as the stationary phase, and the phase move over the stationary phase is the mobile phase, and the substance is distributed between these two phases, hence known as the partition chromatography. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ പേപ്പർ ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ ആക്ച്വലി പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയുടെ അണ്ടറിലാണ്. പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയാണ് മേജർ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ റീസൺ? അതായത് നമ്മളിപ്പോൾ പേപ്പർ ക്രൊമാറ്റോഗ്രഫിയിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്റ്റേഷനറി ഫേസ് ഉണ്ട്, ഒരു മൊബൈൽ ഫേസ് ഉണ്ട്. നമ്മൾ സ്റ്റേഷനറി ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരെയാണ് ഇവിടെ? നമ്മളൊരു പേപ്പർ എടുക്കും. ആ പേപ്പറിനെ നമ്മൾ എന്താണ് ഒരു ഇപ്പം എന്താണ് വാട്ടറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോൾവെൻറ്റിലോ നമ്മൾ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ സ്റ്റേഷനറി ഫേസിനകത്ത് ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ ഈ സോൾവെൻറ്റിൻ്റെ ഡ്രോപ്ലെറ്റ്സ് കയറിയിട്ട് പറ്റിപ്പിടിച്ചിരിക്കും. അതാണ് ആക്ച്വലി ഇവിടെ സ്റ്റേഷനറി ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞേക്കുന്നത്. ദ വാട്ടർ അഡ്സോർബ്ഡ് ഓൺ ദി പോർട്സ് ഓഫ് ദി പേപ്പർ ആക്ട് ആസ് ദി സ്റ്റേഷനറി ഫേസ്. ഈ പേപ്പറിനെ നമ്മൾ ആദ്യം വാട്ടറിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഈ പേപ്പറിൻ്റെ കുഞ്ഞു കുഞ്ഞു പോർട്സിൽ സുഷിരങ്ങളിലെല്ലാം വാട്ടറിനെ എന്താണ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ പേപ്പറല്ല ആക്ച്വലി സ്റ്റേഷനറി ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ പേപ്പറിൻ്റെ ചെറിയ ചെറിയ സുഷിരങ്ങളിൽ പോർട്സിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള വാട്ടർ ആണ് ആക്ച്വലി ഇവിടെ സ്റ്റേഷനറി ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് കൂടുതൽ പേർക്കും തെറ്റാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചൊരു ചോദ്യം ഇനി മുന്നോട്ട് മുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ചോദിക്കും പേപ്പർ ക്രൊമാറ്റോഗ്രഫിയിൽ സ്റ്റേഷനറി ഫേസിൻ്റെ അവസ്ഥ, സ്റ്റേറ്റ് എന്താണ്? സോൾഡ്, ലിക്വിഡ്, ഗ്യാസ്, സോൾഡ് ഓർ ലിക്വിഡ് എന്നൊക്കെ ഓപ്ഷൻ കാണും. അപ്പം നമ്മൾ യൂഷ്വലി വിചാരിക്കുക പേപ്പർ ക്രൊമാറ്റോഗ്രഫിക്കകത്ത് പേപ്പറിനകത്തോട്ടാണ് നമ്മൾ സാമ്പിളിനെ സ്പോട്ട് ചെയ്യുന്നത്. അപ്പോൾ പേപ്പർ ആണല്ലോ സ്റ്റേഷനറി ഫേസ്, ദാറ്റ് മീൻസ് സോളിഡ് ആണ് സ്റ്റേഷനറി ഫേസ് എന്ന് വിചാരിക്കും. പക്ഷേ ആക്ച്വലി ആ പേപ്പർ അല്ല സ്റ്റേഷനറി ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പേപ്പറിനെ നമ്മൾ വാട്ടറിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് പേപ്പറിൻ്റെ ചെറിയ സുഷിരങ്ങളിൽ അത് വാട്ടറിൻ്റെ അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്സ് സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കും. ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആണ്, ആ പോർട്സിൽ സുഷിരങ്ങളിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആണ് ആക്ച്വലി അവിടെ സ്റ്റേഷനറി ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റേഷനറി ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് മനസ്സിലായോ? ആൻഡ് മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ പിന്നെ അവസാനം നമ്മൾ ഈ പറയുന്ന സാമ്പിളിനെ എന്താണ് മുകളിലോട്ട് ക്യാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതിനകത്തോട്ടാണോ മുക്കി വെക്കുന്നത് അതാണ് യൂഷ്വലി മൊബൈൽ ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി നോക്കിക്കേ, ദ സബ്സ്റ്റൻസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ടു ഫേസസ്. ഇവിടെ ആക്ച്വലി സബ്സ്റ്റൻസിനെ രണ്ട് ആളുകൾക്കിടയിൽ, രണ്ട് ഫേസസിൻ്റെ ഇടയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, പേപ്പറിൻ്റെയും ഒരു മൊബൈൽ ഫേസിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ രണ്ട് ഫേസസിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതുകൊണ്ടാണ് നമ്മളിവിടെ പാർട്ടീഷനാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്നുള്ളത് പറയുന്നത് കേട്ടോ. ഓർത്ത് വെച്ചേക്ക്, പി എന്നങ്ങ് ഓർത്ത് വെച്ചാൽ മതി. പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയാണ് പേപ്പർ ക്രൊമാറ്റോഗ്രഫിയുടെ മേജർ പ്രിൻസിപ്പിൾ. പി എന്നങ്ങ് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പം ഇവിടെ ഓപ്ഷൻ ഡി പേപ്പർ ക്രൊമാറ്റോഗ്രഫിയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ കോളം ക്രൊമാറ്റോഗ്രഫിയുടെ ഒക്കെ പ്രിൻസിപ്പിൾ എന്താണ്? അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫിയാണ് അല്ലേ. അവിടെ നമ്മുടെ ഈ കോളത്തിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റേഷനറി ഫേസസ് സിലിക്കോ ഓർ അലൂമിനിയം ആയിരിക്കും. അതിനകത്തേക്കാണ് നമ്മുടെ സാമ്പിളിൽ ക്യാരി ചെയ്ത് മൊബൈൽ ഫേസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ സാമ്പിൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ അഡ്സോർപ്ഷൻ ആണ് മേജർ പ്രിൻസിപ്പിൾ. ഓക്കെ, അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നതാണ് കോളം ക്രൊമാറ്റോഗ്രഫി. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. Which one of the following gas is used as a mobile phase in gas liquid chromatography? ഇതും ഒരു PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമാണ്. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? മൊബൈൽ ഫേസ് ഇൻ ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി. ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി ടെക്നിക്കിൽ നമുക്ക് മൊബൈൽ ഫേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന
ഗ്യാസ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏത് ഗ്യാസിനെയാണ് നമുക്ക് ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫിക്കകത്ത് മൊബൈൽ ഫേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്? CO2 ആണോ, CO ആണോ, NO ആണോ, NO2 ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, എക്സ്പ്ലനേഷൻ നോക്കാം. While the most common carrier gases in gas chromatography are inert gases like helium, nitrogen and argon, carbon dioxide is also recognized as a mobile phase, particularly in its supercritical fluid state. അപ്പം നമ്മൾ യൂഷ്വലി ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ മൊബൈൽ ഫേസസ് ആയിട്ട്, ഓക്കെ, അപ്പം നമ്മൾ യൂഷ്വലി ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ, ഓക്കെ, ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ മൊബൈൽ ഫേസ് ആയിട്ട്, ഓക്കെ, ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ നമ്മൾ മൊബൈൽ ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നവരാണ് കാരിയർ ഗ്യാസസ്. ഓക്കെ, കാരിയർ ഗ്യാസസ്. ഓക്കെ, ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ മൊബൈൽ ഫേസസ് ആയിട്ട് നമ്മൾ യൂഷ്വലി കാരിയർ ഗ്യാസസ് യൂസ് ചെയ്യും. ഇനി ആരൊക്കെയാണ് കാരിയർ ഗ്യാസസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ ഇനേർട്ട് ഗ്യാസസ് ആയിട്ടുള്ള ഹീലിയം, നൈട്രജൻ, ആർഗൺ ഒക്കെയാണ് യൂഷ്വലി നമ്മൾ കാരിയർ ഗ്യാസസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാർബൺ ഡയോക്സൈഡും ചില സമയത്ത് കാരിയർ ഗ്യാസസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് സ്വഭാവം ഉള്ളത് കൊണ്ട് മാത്രമാണ് കാർബൺ ഡയോക്സൈഡിനെയും നമുക്ക് ഈ ഇനേർട്ട് ഗ്യാസസിൻ്റെ കൂടെ തന്നെ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ കാരിയർ ഗ്യാസസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ നമ്മൾ മൊബൈൽ ഫേസസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കാരിയർ ഗ്യാസസിനെയാണ്. ആൻഡ് കാരിയർ ഗ്യാസസ് എന്ന് പറയുമ്പോഴത്തേന് പ്രധാനമായിട്ടും ഇനേർട്ട് ഗ്യാസസ് ആയിട്ടുള്ള ഹീലിയം, ആർഗൺ, നൈട്രജൻ ഒക്കെയാണ് ആക്ട് ചെയ്യുക. പക്ഷേ അവരുടെ കൂടെ തന്നെ ചില സന്ദർഭങ്ങളിൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് സ്റ്റേറ്റിലുള്ള കാർബൺ ഡയോക്സൈഡ് ഗ്യാസസും കൂടി, അല്ലെങ്കിൽ അവരുടെ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് ബിഹേവിയർ ഉള്ളത് കൊണ്ട് തന്നെ കാർബൺ ഡയോക്സൈഡിനെയും കാരിയർ ഗ്യാസസ് ആയിട്ട് ചില സന്ദർഭങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ആരാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്? ഹീലിയം, ആർഗൺ, നൈട്രജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് ആരെ മാത്രമേ ഉള്ളൂ? കാർബൺ ഡയോക്സൈഡിനെ മാത്രമേ ഉള്ളൂ കേട്ടോ. CO, NO, NO2 ഇവരെ ഒന്നും നമുക്ക് കാരിയർ ഗ്യാസസ് ആയിട്ട് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം നോക്കാം. ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി കനോട്ട് ബി യൂസ്ഡ് ഫോർ. അപ്പോൾ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി കൊടുത്തിട്ടുള്ളതിൽ ആരുടെ കേസിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത്? ഇതൊക്കെ മുന്നത്തെ പരീക്ഷകൾക്ക്, പല പരീക്ഷകൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി നമുക്ക് ആരുടെ കേസിലാണ് ഉപയോഗിക്കാൻ പറ്റാത്തത്? നോക്കിക്കേ, ഗ്യാസസ്, നോൺ അയോണൈസ്ഡ് സോളിഡ്സ്, നോൺ അയോണൈസ്ഡ് ലിക്വിഡ്സ്, മാക്രോ മോളിക്യൂൾസ്. ആരുടെ കേസിലാണ് നമുക്ക് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്യാൻ പറ്റാത്തത്? നോക്കിക്കേ, ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി ഈസ് എ ടെക്നിക് യൂസ്ഡ് ടു സെപ്പറേറ്റ് ആൻഡ് അനലൈസ് വോളറ്റൈൽ കോമ്പൗണ്ട്സ്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുമ്പം നമ്മൾ അവിടെ യൂഷ്വലി അനലൈസ് ചെയ്യുന്നതും സ്റ്റഡി ചെയ്യുന്നതും ഒക്കെ സെപ്പറേറ്റ് ചെയ്യുന്നതും ഒക്കെ വോളറ്റൈൽ സ്വഭാവമുള്ള കോമ്പൗണ്ടുകളെയാണ്. ഓക്കെ, വോളറ്റൈൽ നേച്ചറുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ യൂഷ്വലി ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ സെപ്പറേറ്റ് ചെയ്യുന്നതും സ്റ്റഡി ചെയ്യുന്നതും ഒക്കെ. ഓക്കെ, സോ മാക്രോ മോളിക്യൂൾസ് വിച്ച് ആർ ലാർജ് മോളിക്യൂൾസ് വിത്ത് ഹൈ മോളിക്കുലാർ വെയ്റ്റ്സ് are typically non-volatile and cannot be vaporized easily at a temperatures used in gas chromatography, and this makes them unsuitable for analyzing using gas chromatography. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് കൊടുത്തേക്കുന്നതിൽ ഗ്യാസസ്, ഓക്കെ, ഓൾറെഡി ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, പ്രശ്നമൊന്നുമില്ല, വോളറ്റൈൽ സ്വഭാവമുണ്ട്, നമുക്ക് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യാം. അതേപോലെ നോൺ അയനൈസ്ഡ് സോളിഡ്സ് ആൻഡ് നോൺ അയനൈസ്ഡ് ലിക്വിഡ്സിനെയും നമുക്ക് വോളറ്റൈൽ നേച്ചറിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അതുകൊണ്ട് തന്നെ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യാം. പക്ഷെ മാക്രോ മോളിക്യൂൾസിലേക്ക് വരുമ്പോഴത്തേന് അവർ ഹൈ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ബയോമോളിക്യൂൾസ് ആണ്. അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് ഈസിലി വോളറ്റൈൽ നേച്ചറിലോട്ട് അല്ലെങ്കിൽ വോളറ്റൈൽ സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മാക്രോ മോളിക്യൂൾസിനെ യൂഷ്വലി സ്റ്റഡി ചെയ്യാനായിട്ട് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, സോ ഈ തന്നിരിക്കുന്ന കൂട്ടത്തിൽ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി കനോട്ട് യൂസ്ഡ് ഫോർ ആരാണ്? ഓപ്ഷൻ ഡി, മാക്രോ മോളിക്യൂൾസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. അവരെ നമുക്ക് ഈസിലി വോളറ്റൈൽ നേച്ചറിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ യൂഷ്വലി മാക്രോ മോളിക്യൂൾസിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് കാരിയർ ഗ്യാസ് ഇൻ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി? ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ കാരിയർ ഗ്യാസസ് ആയിട്ട് ആരെ യൂസ് ചെയ്യാൻ പറ്റും? നമ്മൾ തൊട്ട് മുന്നേ
വേറൊരു ചോദ്യത്തിൻ്റെ എക്സ്പ്ലനേഷനിൽ പറഞ്ഞ കാര്യമാണ്. നമ്മൾ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ മൊബൈൽ ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നവരാണ് ആര്? മൊബൈൽ ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നവരാണ് കാരിയർ ഗ്യാസസ്. ആൻഡ് ഈ കാരിയർ ഗ്യാസസ് ആയിട്ട് സാധാരണ ആക്ട് ചെയ്യുന്നത് ഇനേർട്ട് ഗ്യാസസ് ആണ്. ഇനേർട്ട് ഗ്യാസസ് ആയിട്ടുള്ള ആർഗൺ അല്ലെങ്കിൽ ഹീലിയം അല്ലാന്നുണ്ടെങ്കിൽ നൈട്രജൻ ഒക്കെയാണ് യൂഷ്വലി ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, ഹീലിയം, നൈട്രജൻ, ആർഗൺ, ഓൾ ഓഫ് ദീസ്. അപ്പോൾ ഏതാണ് കാരിയർ ഗ്യാസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ജസ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ഒന്ന് നോക്കുക. കാരിയർ ഗ്യാസസ് ഇൻ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി ആർ ഇനേർട്ട് ഗ്യാസസ് ദാറ്റ് ഹെൽപ്പ് ട്രാൻസ്പോർട്ട് ദ അനലൈറ്റ് ത്രൂ ദി കോളം. അതായത് അവരുടെ ട്രാൻസ്പോർട്ടേഷനെ, സാമ്പിളിൻ്റെ ട്രാൻസ്പോർട്ടേഷനെ ഹെൽപ്പ് ചെയ്യുന്നവരാണ് കാരിയർ ഗ്യാസസ്, അല്ലെങ്കിൽ മൊബൈൽ ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നവരാണ്. ഓക്കെ, ഹീലിയം ഈസ് ആൻ ഇനേർട്ട് ഗ്യാസ് കോമൺലി യൂസ്ഡ് ആസ് എ കാരിയർ ഗ്യാസ് ഇൻ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി. അപ്പോൾ ഹീലിയം ഇനേർട്ട് ഗ്യാസ് ആണ്. അവരെ നമുക്ക് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ മൊബൈൽ ഫേസ് ആയിട്ട് അല്ലെങ്കിൽ കാരിയർ ഗ്യാസസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഹീലിയം ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് സേഫർ ദാൻ ബട്ട് കമ്പയർഡ് ടു ഹൈഡ്രജൻ ഇൻ എഫിഷ്യൻസി ഹാസ് എ ലാർജർ റേറ്റ് ഓഫ് flow rates and compatible with many detectors. And nitrogen, argon and hydrogen can also be used depending upon the desired performance and detector being used. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാരിയർ ഗ്യാസ് നമ്മൾ പറഞ്ഞു ഇനേർട്ട് ഗ്യാസസ് ആണ്. അതിൽ തന്നെ ഹീലിയം ആണ് നമുക്ക് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, കാരിയർ ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ. കാരണം ഒരുവിധം എല്ലാ ഡിറ്റക്ടേഴ്സിനും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവർക്ക് പ്രശ്നം ഉണ്ടാക്കാത്ത ആളാണ് ഈ പറയുന്ന ഹീലിയം. പക്ഷെ മറ്റുള്ളവർ ചില ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആർഗണിനെയോ ഹൈഡ്രജനെയോ ഒന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഹീലിയമാണ് ഏറ്റവും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾ. പക്ഷേ ഹീലിയം കൂടാതെ തന്നെ ആർഗൺ, നൈട്രജന്, ചില സന്ദർഭങ്ങളിൽ ഹൈഡ്രജൻ, ചില സന്ദർഭങ്ങളിൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാർബൺ ഡയോക്സൈഡ്, ഇവരെയൊക്കെ നമുക്ക് കാരിയർ ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓൾ ഓഫ് ദീസ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ആറാമത്തെ ചോദ്യം നോക്കാം. In HPLC, the expression for resolution of column is given by RS is equal to 2 into TRB minus TRA by WA plus WB, where here the terms WA and WB refers to. അപ്പോൾ നോക്കാം, HPLC high performance liquid chromatographyയിൽ കോളത്തിൻ്റെ റിസൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. RS is equal to 2 into TRB minus TRA by WA plus WB. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള കാര്യം ഇതാണ്. ഇവിടുത്തെ WAയും WBയും എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, ഈ റിസൊല്യൂഷൻ്റെ ഈ ഒരു ഇക്വേഷനിലെ WA WB എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഫോറൻസിക് സയൻറ്റിഫിക് ഓഫീസറിൻ്റെയോ ഡോക്യുമെൻസിൻ്റെയോ എന്തോ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്രൊമാറ്റോഗ്രഫി റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ വെയിറ്റ് ഓഫ് അനലൈറ്റ്സ് ഓഫ് എ ആൻഡ് ബി, എയും ബിയും WA WB എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും വെയിറ്റുകളെയാണോ, അതോ റിട്ടൻഷൻ ടൈം ഓഫ് എ ആൻഡ് ബി ആണോ, അതോ ബേസ് വിഡ്ത്ത് ഓഫ് എ ആൻഡ് ബി ആണോ, അതോ സെലക്ടിവിറ്റി ഫാക്ടർ ഫോർ എ ആൻഡ് ബി ആണോ? എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വെയിറ്റ് ആണോ, ബേസ് വിഡ്ത്ത് ആണോ, സെലക്ടിവിറ്റി ആണോ, റിട്ടൻഷൻ ടൈമിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നോക്കിക്കേ, യൂഷ്വലി റിസൊല്യൂഷൻ ഇക്വേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. റിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാളുകളെ സെപ്പറേറ്റഡ് ആക്കാനായിട്ടുള്ള കഴിവ്, അതാണ് റിസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം resolution is the ability to separate two signals. In chromatography it is the ability to separate two peaks, that is the separation of the constituents. അപ്പം ക്രൊമാറ്റോഗ്രഫിയിൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം രണ്ട് കമ്പോണൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ എത്രത്തോളം ക്ലിയർ ആക്കി നമുക്ക് ആ രണ്ടുപേരെയും സെപ്പറേറ്റ് ചെയ്യാം, ആ കഴിവിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ റിസൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ആണ് R is equal to TR2 minus TR1 by half into W1 plus W2. അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴാണ് 1/2 എന്നുള്ളത് മുകളിൽ പോയിട്ടാണ് 2 into എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഇക്വേഷനിൽ 1/2 മുകളിൽ പോയിട്ടാണ് 2 into T2 minus T1 by WA plus WB എന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ TRും TR1ഉം TR2ഉം എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ടൈമിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് W1ഉം W2ഉം വെയിറ്റിനെ അല്ല, പകരം വിഡ്ത്തിനെയാണ്, ബേസ് വിഡ്ത്തിനെയാണ് W1 ആൻഡ് W2 റിസൊല്യൂഷൻ്റെ ഇക്വേഷനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇഫ് ദ പീക്സ് ആർ സഫിഷ്യൻ്റ്ലി ക്ലോസ്, ദ W ഈസ് nearly the same for both peaks and resolution may be expressed as നടി കൊടുത്തിരിക്കുന്ന പോലെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത്ര ഓർത്ത് വെച്ചേക്കാം. നമ്മുടെ ഈ ഇക്വേഷനകത്തുള്ള W1 W2 ഈ രണ്ട് ടേംസ് എന്താണ്? വെയിറ്റിനെ അല്ല ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, മറിച്ച് ബേസ് വിഡ്ത്തുകളെയാണ് W1 ആൻഡ് W2 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്?
ഓപ്ഷൻ സി ആണ്. ബേസ് വിഡ്ത്ത് ഓഫ് അനലൈറ്റ് എ ആൻഡ് ബി എന്നുള്ളതാണ് ശരിയായിട്ട് വരുന്ന ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 7ാമത്തെ ചോദ്യം. Which of the following analytical technique is based on the principle of selective adsorption? അപ്പോൾ സെലക്റ്റീവ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പളിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന അനലൈറ്റിക്കൽ ടെക്നിക് ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യൽ സ്കാനിങ് കലോറിമെട്രി അല്ലെങ്കിൽ DSC, ക്രൊമാറ്റോഗ്രഫി, മാസ് സ്പെക്ട്രോമെട്രി, തെർമോഗ്രാവിമെട്രിക് അനാലിസിസ്. സിമ്പിൾ ചോദ്യമാണ്, ഡയറക്റ്റ് ചോദ്യമാണ്. അഡ്സോർപ്ഷൻ എന്ന് കേൾക്കുന്ന ഉടനെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തേണ്ടതാണ് എന്ത്? ക്രൊമാറ്റോഗ്രഫി അല്ലേ? അപ്പം സെലക്റ്റീവ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞ പ്രിൻസിപ്പളിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ടെക്നിക് ഏതാണ് ഇതിൽ? ഓപ്ഷൻ ബി ക്രൊമാറ്റോഗ്രഫിയാണ്. ബാക്കിയൊക്കെ ഡിഫറൻഷ്യൽ സ്കാനിങ് കലോറിമെട്രി ഒക്കെ നമ്മുടെ അനലിറ്റിക്കൽ മെത്തേഡ്സിന്റെ കേസിലോട്ട് വരുന്നതാണ്. ദെൻ മാസ് സ്പെക്ട്രോമെട്രി, തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് അല്ലേ? അപ്പോൾ അതെല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അഡ്സോർപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ക്രൊമാറ്റോഗ്രഫി തന്നെയാണ് കേട്ടോ. നോക്കിക്കേ, chromatography is used to separate a mixture of chemicals in a liquid or gaseous form by virtue of the difference in adsorption. And this technique is based on the principle of selective adsorption. അല്ലേ? അപ്പോൾ നമ്മൾ യൂഷ്വലി ക്രൊമാറ്റോഗ്രഫി എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് അളവിൽ എന്നാൽ 2-3 കമ്പോണൻസ് പരസ്പരം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ ആ സൊല്യൂഷനിൽ നിന്ന് വളരെ കുറച്ച് അളവിലേ ഉള്ളൂ സാമ്പിള്. അപ്പം അതിനകത്ത് മിക്സ് ആയിട്ടുള്ള ആളുകളെ പരസ്പരം വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ക്രൊമാറ്റോഗ്രഫി. ആൻഡ് അതിന് പിന്നിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തത്വമാണ് എന്ത്? സെലക്റ്റീവ് അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന തത്വത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളവിടെ ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്ക് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി യൂസസ് എ സ്റ്റേഷനറി ഫേസ് ഇൻ ദി സോളിഡ് സ്റ്റേറ്റ് ആൻഡ് മൊബൈൽ ഫേസ് ഇൻ ലിക്വിഡ് ഓർ ഗേഷ്യസ് സ്റ്റേറ്റ്. And it works because there is a balance that each solute has been adsorbed on the surface of the solid and solubility of the solid. അത് വേണ്ട, നിങ്ങൾ ജസ്റ്റ് ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. നമ്മുടെ ക്രൊമാറ്റോഗ്രഫിക്കകത്ത് 2 ഫേസസ് ഉണ്ട്. സ്റ്റേഷനറി ഫേസ് ഉണ്ട്, മൊബൈൽ ഫേസ് ഉണ്ട്. സ്റ്റേഷനറി ഫേസ് എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് ആണ്. മൊബൈൽ ഫേസിനാണ് മൂവ്മെന്റ് ഉള്ളത്. ആൻഡ് മൊബൈൽ ഫേസ് മൂവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സാമ്പിളിനെ ഡിഫറൻഷ്യലി എന്താണ് ഒരു സിംഗിൾ സാമ്പിളിൽ നിന്ന് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിനെ യൂഷ്വലി സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന മൊബൈൽ ഫേസിൻ്റെ മൂവ്മെന്റ് വഴിയാണ്. ഓക്കെ, സിമ്പിൾ ചോദ്യമാണ്, ഡയറക്റ്റ് ചോദ്യമാണ്. ഇതും നമ്മുടെ ഏതോ ഒരു PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമായിരുന്നു കേട്ടോ. ഓപ്ഷൻ ബി ക്രൊമാറ്റോഗ്രഫിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 8ാമത്തെ ചോദ്യം നോക്കുക. ദ പ്രോസസ് ഓഫ് എല്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ. അപ്പം ദ പ്രോസസ് ഓഫ് എല്യൂഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് അറിയാമല്ലോ എന്താണ് ക്രൊമാറ്റോഗ്രഫിയിൽ എല്യൂഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ ആ മൊബൈൽ ഫേസിനെ താഴോട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എല്യൂഷൻ എന്ന് പറയുന്നത്. എലുവൻ്റ് ആഡ് ചെയ്തിട്ട് ഈ സാമ്പിളിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്ന ആ ഒരു ഫേസിനെയാണ് നമ്മൾ എല്യൂഷൻ എന്ന് പറയുന്നത്. മൊബൈൽ ഫേസ് ഒഴിച്ച് നമ്മുടെ ഈ ഒരു സാമ്പിളിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പം പ്രോസസ് ഓഫ് എല്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണോ, കാപ്പിലറി ആക്ഷൻ ആണോ, ഡിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് ദി സബ്സ്റ്റൻസ് ബൈ ദി അഡ്സോർബൻ്റ് ആണോ, ഡിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് ദി സബ്സ്റ്റൻസ് ബൈ ദി എലുവൻ്റ് ആണോ ആൻസർ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഒന്ന് നോക്കിയിട്ട് ആൻസറിലോട്ട് പോകാം. നോക്കിക്കേ, when the mobile phase and the mixture to be separated are introduced from the top of the column, the individual components of the mixture move at different rates. അല്ലേ, നമ്മൾ യൂഷ്വലി മൊബൈൽ ഫേസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മിക്സ്ചറിനകത്തുള്ള ഇപ്പോൾ A, B എന്ന് പറഞ്ഞ 2 കമ്പോണൻസ് കമ്പൈൻ ചെയ്തിട്ടുള്ള മിക്സ്ചർ ആണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫേസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും അതിനകത്ത് Aയും Bയും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും എല്യൂട്ട് ചെയ്ത് താഴോട്ട് വരുന്നത്. ഓക്കെ, when compared to the components with a higher adsorption and affinity to the stationary phase, those with lower adsorption and affinity travel faster. ഇനി A, B എന്ന് പറഞ്ഞ കമ്പോണൻസിൽ 2 പേരുടെയും അഡ്സോർപ്ഷൻ വ്യത്യസ്തമാണ്. ഒരാൾ നല്ലപോലെ അഡ്സോർബ് ചെയ്യുന്ന ആളാണ്, അടുത്ത ആൾ ചെറിയ രീതിയിൽ അഡ്സോർബ് ചെയ്യുന്നുള്ളൂ. ആരായിരിക്കും നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക? തീർച്ചയായിട്ടും അഡ്സോർപ്ഷൻ കുറവ് ആർക്കാണോ അല്ലെങ്കിൽ അഫിനിറ്റി കുറവ് ആർക്കാണോ അവരെ ആയിരിക്കും നമുക്ക് ഈസിലി സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക. അഡ്സോർപ്ഷൻ കൂടുതലുള്ള ആളെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ താമസം എടുക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. The components that move quickly are eluted first, followed by the components that move slowly. Okay, അപ്പം അഡ്സോർപ്ഷൻ കുറവുള്ള ആൾ പെട്ടെന്ന് താഴോട്ട് മൂവ് ചെയ്ത് വരും, അവരെ നമുക്ക് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. എന്നാൽ അഡ്സോർപ്ഷൻ കൂടുതലുള്ള ആൾ പതുക്കെ ആയിരിക്കും താഴോട്ട് ഇറങ്ങി വരിക, അവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നോക്കിക്കേ, എല്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് എന്താണ്? ഡിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് ദി സബ്സ്റ്റൻസ് ബൈ ദി അഡ്സോർബൻ്റ്. അഡ്സോർബൻറ്റിൽ ഓരോ സാമ്പിളിലുള്ള ഓരോ ഘടകത്തിനും അഡ്സോർബ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റിയിലുള്ള ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ സാമ്പിളിനകത്തുള്ള ഡിഫറെൻറ്റ് കമ്പോണൻസിനെ ക്രൊമാറ്റോഗ്രഫിയിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഡിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ ദി അഡ്സോർബൻ്റ്. അതാണ് നമ്മുടെ എല്യൂഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ക്രൊമാറ്റോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ളത്.
ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പരമാവധി ചോദ്യങ്ങൾ കളക്ട് ചെയ്ത് അതുകൂടെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.